ഈ വീഡിയോയിൽ ഫർദർ മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെൻറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ സൗദി അറേബ്യയിൽ 2 തവണ യമനിലെ ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയെ തൊട്ട് കഴിഞ്ഞാൽ പേടിക്കണം. കാരണം സൗദി അറേബ്യ ഡീൽ ചെയ്യുന്നത് പാകിസ്ഥാനോടൊപ്പമാണ്. പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ ഡിഫൻസ് സെക്യൂരിറ്റി ഏറ്റെടുത്തിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് യമനികൾ സൂക്ഷിക്കണം. ഹൂത്തികളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇടപെടും. ഇപ്പോൾ സൗദി അറേബ്യ ഇപ്പോൾ ഫുള്ള് റിലാക്സ് മോഡിലാണ്. കാരണം റിസ്ക് എല്ലാം പാകിസ്ഥാൻ്റെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ അവരുടെ സെക്യൂരിറ്റിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇനി സൗദിക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പാകിസ്ഥാനോടൊപ്പമൊക്കെ ആരെങ്കിലും പോയിട്ട് ഡീൽ സൈൻ ചെയ്യൂ? അടപടലം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് സൗദി പാകിസ്ഥാൻ ഡിഫൻസ് പാക്ട്. പാകിസ്ഥാൻ മീഡിയേറ്റർ റോളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൽ സൗദിക്ക് അനുകൂലമായിട്ട് ഇവർ ഇടപെടാൻ പോകുന്നത്? എന്ത് എഗ്രിമെൻ്റാണ് ഇവർ സൈൻ ചെയ്തത്? സൗദി നല്ല രീതിയിൽ പാകിസ്ഥാനെ പ്രഷർ ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഈ സൗത്ത് യമൻ, അതായത് യമനിൽ ഈ ഹൂത്തികൾ പിടിച്ചു വെച്ചിരിക്കുന്നത് സന ഉൾപ്പെടെയുള്ള ഇപ്പുറത്തുള്ള കുറച്ച് ഏരിയാസാണ്. അതേസമയം മേജർ പോർഷൻ എന്ന് പറയപ്പെടുന്ന സൗത്ത് യമൻ എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. ആ ഏരിയ ഇത്രയും നാളും വളരെ വൃത്തിയായിട്ട് UAE ആണ് സൗദി അറേബ്യയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്തിരുന്നത്. UAEയോട് ഇച്ചിരി മത്സരബുദ്ധി തോന്നിയ MBS പെട്ടെന്ന് തന്നെ UAEയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും യമനിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് UAE അവിടെ നിന്ന് പറഞ്ഞയച്ചത്. UAEക്കെതിരെ ആക്രമണങ്ങൾ വരെ നടത്തിയായിരുന്നു MBS യമൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സൗദി അറേബ്യയാണ് ഏരിയ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൗത്ത് യമൻ ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുകയാണ്. നല്ല പ്രൊട്ടസ്റ്റാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഹൂത്തികളുടെയും ഈ സൗത്ത് യമനിലുള്ള സുന്നി യമനികളുടെയും ഇടയിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ശരിക്കും ഹൂത്തി അനുകൂല നിലപാടെടുക്കുന്നതായിട്ടാണ് ഇപ്പം വാർത്തകൾ വരുന്നത്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും യമനിലെ ബാലൻസ് നിലനിർത്തിക്കൊണ്ടിരുന്ന UAEയുടെ അനുയായികളായിരുന്നു അത്. UAE പിന്മാറിയതോടുകൂടി ഇവരിപ്പോൾ UAE പിന്മാറിയതോടുകൂടി ഇവരിപ്പം ഹൂത്തികളോട് ചേരാനുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയ്ക്ക് ഇപ്പം വീണ്ടും തലവേദനയായിരിക്കുകയാണ്. കാരണം സൗദി അറേബ്യയെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് യമനിലെ ഹൂത്തികൾ ധൈര്യപൂർവ്വം സൗദി അറേബ്യക്കുള്ളിൽ മിസൈലുകൾ വിട്ട് കളിക്കുന്നത്. ഇനിയിപ്പോൾ സൗദി അറേബ്യ ഇനിയിപ്പോൾ പാകിസ്ഥാനെ ഇറക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ആ വിഷയത്തിൽ അമേരിക്ക ഇടപെടുമെന്ന് തോന്നുന്നില്ല. ഇനി തയ്യബ് എർദോഗൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. തയ്യബ് എർദോഗൻ ജെറുസലേം റൂൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജെറുസലേം ഇസ്രായേലിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, അത് റൂൾ ചെയ്യണം എന്നുള്ള ചിന്താഗതി അങ്ങ് മാറ്റി വെച്ചാൽ മതി എന്നാണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ ഈ ഓട്ടോമൻ എംപററിൻ്റെ ടൈമിലുണ്ടായിരുന്ന ആ ഒരു ശൈലിയാണ് തയ്യബ് എർദോഗൻ തുടരാൻ ആഗ്രഹിക്കുന്നത്. അതായത് തുർക്കിക്കുള്ളിൽ ഒരു ജനപ്രീതി പിടിച്ചു പറ്റണം, അതിന് വേണ്ട രീതിയിൽ മതസ്പർദ്ധ ആളി കത്തിക്കാനുള്ള ശ്രമമാണ് തയ്യബ് എർദോഗൻ നടത്തുന്നത്. അല്ലാതെ ഇത്രയും ദൂരെ കിടക്കുന്ന ജെറുസലേമിനും തുർക്കിക്കും എന്താണ് കാര്യം? ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൻ്റെ ജിയോഗ്രഫി അനുസരിച്ച് ഒരിക്കലും ജെറുസലേം എന്ന് പറയുന്നത് തുർക്കിക്ക് കിട്ടാനേ പോകുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇതെല്ലാം തന്നെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് ആർക്കും തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഇസ്രായേൽ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യക്കെതിരെയാണ്. നോൺ പ്രൊപ്പോസ്ഡ് വാർ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് തയ്യബ് എർദോഗൻ. പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സൈപ്രസിലും അതേപോലെ അർമേനിയയിലും തുർക്കിയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങൾ ഗ്രീസിലും ഇവിടേക്കായിട്ട് മിസൈലുകൾ വിൽക്കുന്നതും ഇന്ത്യയുടെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും തയ്യബ് എർദോഗനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, തുർക്കിക്കെതിരാണ് എന്നുള്ളതാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒരു കാര്യം നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും തീവ്രവാദികൾ കടന്നു കയറി പഹൽഗാം ആക്രമണം നടത്തിയപ്പോൾ തയ്യബ് എർദോഗൻ എവിടെയായിരുന്നു? തയ്യബ് എർദോഗൻ്റെ ഡ്രോൺ, ബൈറാക്തർ ഡ്രോൺ എന്ന് പറഞ്ഞ ഡ്രോൺ പാകിസ്ഥാന് സപ്ലൈ ചെയ്തു, ബംഗ്ലാദേശിന് സപ്ലൈ ചെയ്തു. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ തന്നെയല്ലേ ആ സപ്ലൈ തയ്യബ് എർദോഗൻ ചെയ്തിരുന്നത്? അപ്പം മിസ്റ്റർ തയ്യബ് എർദോഗന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതേയില്ല. ഇപ്പം ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ കരുക്കൾ നീക്കുമ്പോൾ തയ്യബ് എർദോഗന് വേദനിക്കുന്നു. ഒന്നും ചെയ്യാനില്ല, ഇരുന്ന് കരയുക, അല്ലാതെ അതിനൊരു സൊല്യൂഷനില്ല. ഇത് തുടങ്ങി വെച്ചത് തയ്യബ് എർദോഗനാണ്. പ്രത്യേകിച്ച് ഇന്ത്യ കശ്മീരിലെ
ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്ത സമയത്ത് തയ്യബ് എർദോഗൻ ശക്തമായ രീതിയിൽ പാകിസ്ഥാനോടൊപ്പം നിലപാടെടുത്ത് ഇന്ത്യക്കെതിരെ ഓപ്പണായിട്ട് പ്രഖ്യാപനം നടത്തിയ ആളാണ്. അപ്പം അതുകൊണ്ട് നമുക്കതിനകത്ത് ഒരു രീതിയിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ വേ ഓഫ് അപ്രോച്ച് കറക്റ്റാണ്, നമ്മൾ പോകുന്ന വഴിയാണ് ശരിയായ വഴി. അതുകൊണ്ടാണ് ആരാണോ എതിരാളി അവൻ ഓപ്പണായിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള വഴിയിൽ പോകുമ്പോഴാണ് മറ്റുള്ളവൻ ആ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മളുടെ എതിരാളി കൃത്യമായിട്ട് പുറത്തു വരും. അപ്പോൾ അങ്ങനെ തോട് പൊളിച്ച് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തയ്യബ് എർദോഗൻ. ഈ അടുത്തത് അൽബേനിയയിൽ ഞാനൊരു വിഷയം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസങ്ങൾക്ക് മുമ്പ്. കുഷ്ണർ ഐലൻഡ്, അതായത് ട്രംപിൻ്റെ മരുമകനായിട്ടുള്ള ജെറദ് കുഷ്ണർ അവിടെ പോയിട്ട് ഭാര്യയുടെ പേരിൽ, ട്രംപിൻ്റെ മകളുടെ പേരിൽ ഒരു ഐലൻഡ് സ്വന്തമാക്കുകയുണ്ടായി. സഷാൻ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡാണ് സ്വന്തമാക്കിയത്. 1400 ഏക്കറോളം വലിപ്പമുള്ളൊരു ഐലൻഡ്. അപ്പോൾ അവിടെ തുടർച്ചയായിട്ട് 6-7 ദിവസങ്ങളായിട്ട് ആ രാജ്യത്തിലെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധത്തിനെ തുടർന്ന് അൽബേനിയൻ ഗവൺമെൻറ് മുട്ടുമടക്കാണെന്ന് പറഞ്ഞാൽ ജെറദ് കുഷ്ണറുമായിട്ട് വെച്ചിരിക്കുന്ന എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. ആ ഐലൻഡ് ജെറദ് കുഷ്ണർക്ക് കൊടുക്കുന്നില്ല. ഇത് ട്രംപിന് കിട്ടുന്നൊരു തിരിച്ചടിയാണ്. കാരണം ട്രംപാണ് ഇത് നടപ്പിലാക്കുന്നത്. ട്രംപിൻ്റെ അറിവോടുകൂടി അല്ലാതെ ജെറദ് കുഷ്ണറിന് ഇങ്ങനൊരു നീക്കം നടത്താൻ കഴിയില്ല. ഒരു രാജ്യത്തിൽ പോയിട്ട് ഒരു ഐലൻഡ് സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിക്കുക. ഇറ്റ് മീൻസ് അവിടെ ഒരു അമേരിക്കയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാതൃകയിൽ. അതിനെ ആ ജനങ്ങൾ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ആ പ്രതിഷേധം വിജയം കാണുന്ന രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള, പ്രത്യേകിച്ച് ജെറദ് കുഷ്ണറിൻ്റെ കമ്പനി അഫിനിറ്റി എന്ന് പറഞ്ഞ ആ കമ്പനിയുമായിട്ടുള്ള കരാർ റദ്ദാക്കുന്നതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. സോഫാർ ഇസ്രായേൽ 3 വേവ് ഓഫ് അറ്റാക്ക് ഇറാൻ്റെ ഉള്ളിലും ഇറാൻ 4 വേവ് ഓഫ് അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിലുമാണ് നടത്തിയത്. ഇറാനാണ് ആദ്യം അറ്റാക്ക് തുടങ്ങിയത്. അതിനെ തുടർന്നാണ് ഇസ്രായേൽ ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ 3 വേവ് ഓഫ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൂത്തികളും ഇത്തവണ ശക്തമായ രീതിയിൽ ഈ യുദ്ധത്തിൽ പങ്കാളികളാവാണ്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇസ്രായേലും ഇറാനും ഗൈസ് നിങ്ങൾ അറ്റാക്ക് നടത്തരുത്, രണ്ടുപേരും രണ്ട് സൈഡിൽ മാറി നിൽക്കുക എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ അറ്റാക്ക് നടത്തും എന്ന് ഇറാൻ വിശ്വസിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എയർക്രാഫ്റ്റുകൾ റീഫ്യൂവലിംഗ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ റീഫ്യൂവലിംഗ് ആരാണ് ചെയ്തു കൊടുക്കുന്നത്? ഇസ്രായേലിൻ്റെ കയ്യിൽ റീഫ്യൂവലേഴ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇസ്രായേലിന് അത് ചെയ്യാൻ പറ്റും, ഇല്ലാന്നില്ല. ഇവിടെ ഇറാൻ അയക്കുന്ന മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇസ്രായേലിലേക്ക് വരുന്നതിന് മുമ്പ് സൗദിയുടെ ഒരു US ബേസ് ഉണ്ട്. അവിടെ സൗദിക്കുള്ളിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അത് വെച്ചിട്ട് ഇതിനെ തടയാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അതും കഴിഞ്ഞത് ഇസ്രായേലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ഇപ്പുറത്തായിട്ട് മെഡിറ്ററേനിയൻ സീയിൽ അമേരിക്കൻ വാർഷിപ്പുകളുണ്ട്. അവിടെ നിന്നും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അമേരിക്ക. തീർച്ചയായിട്ടും അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രായേലിനുണ്ടോ എന്ന് വെച്ചാൽ ഇസ്രായേലിനുണ്ട്. പക്ഷേ ട്രംപ് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ നെഗോസിയേഷനിൽ സംസാരിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ഇത്തവണ ചേർന്ന് ആക്രമണം നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഓവറോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നത്. അമേരിക്കയുടെ കൺസെൻറ്റോടുകൂടി തന്നെയാണ് അറ്റാക്ക് നടത്തുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഇരട്ടത്താപ്പുണ്ടല്ലോ, അത് എല്ലാവർക്കും അറിയാം, ഇൻക്ലൂഡിങ് ഇറാനും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു രീതിയിലും അമേരിക്ക അതിനകത്ത് ഇൻവോൾവ് അല്ല എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നില്ല. അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റോടുകൂടിയും അറിവോടുകൂടിയും തന്നെയാണ് ഇസ്രായേലി അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇറാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തവണത്തെയും പോലെയല്ല ഇത്തവണത്തെ ആക്രമണം, അതായത് ഇനി ഒരു വേവ് ഓഫ് അറ്റാക്ക് ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ അതിന് റിറ്റാലിയേഷൻ ശക്തമായ രീതിയിൽ ഞങ്ങൾ നടത്തും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന് വിഷയം മനസ്സിലായിട്ടില്ല. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ കാതലായ വിഷയം യുറേനിയമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ കാതലായ വിഷയം യുറേനിയം അല്ല. യുറേനിയം എന്തുകൊണ്ടാണ് ഇറാൻ്റെ കയ്യിൽ പാടില്ല എന്ന് ഇസ്രായേൽ പറയുന്നത്? അവിടെ ഒരു ഫണ്ടമെൻ്റലിസത്തിൻ്റെ ഒരു ഐഡിയോളജിയുടെ ഒരു സീഡ് അവിടെ ഉണ്ട്. അതിലേക്ക് ആരും തന്നെ വിരൽ ചൂണ്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഐഡിയോളജിയുടെ ഭാഗമാണ്. ഈ യുറേനിയം ഇറാൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ അണുബോംബ് ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ മേളിലിടും. അതാണല്ലോ ഐഡിയോളജി. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള വിഷയം. ഈ വിഷയം ഈ യുദ്ധത്തിൻ്റെ പുറകിലുണ്ട്, ഉടനീളമുണ്ട്. അതുകൊണ്ടാണ് ഈ റൈവൽറി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഈ യുറേനിയം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ചെയ്യാം. കാരണം ഈ ഐഡിയോളജി അങ്ങനെ തന്നെ നിലനിൽക്കും. ഇപ്പം ഈ റെജിം ചേഞ്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ തീവ്ര നിലപാടുള്ള ഇസ്രായേലിൻ്റെ മേൽ, അതായത് യഹൂദനെതിരെ യുദ്ധം ചെയ്യണം, അവസാനത്തെ യഹൂദനെയും ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയുള്ള ആ ഒരു ഭരണകൂടം, IRGC ഭരണകൂടം, അതവിടെ പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ
എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഇസ്രായേലിന് നിലനിൽക്കുന്നുണ്ട്. ആ ഭീഷണി ഇല്ലാതാക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി ഇത്രയും പ്രോക്സികൾ? ഇപ്പോൾ ഗാസയിൽ ഹമാസിനെ ഇറാൻ പിന്തുണയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈവൻ ദോ ഹമാസ് സുന്നികളാണ്, ഷിയാക്കൾ പോലും അല്ല. എന്തുകൊണ്ടാണ്? കാരണം അവർ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. അതാണ് അവർ നോക്കുന്നത്. ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന ആരെ വേണമെങ്കിലും ഇറാൻ സഹായിക്കും. ഇറാന്റെ ഉള്ളിൽ നിന്നും 20 പ്രോക്സി ഗ്രൂപ്പുകൾക്കാണ് ആയുധങ്ങൾ പോകുന്നത്. ഇറാന്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ ഇറാന് വേണ്ടി മാത്രമല്ല, 20 പ്രോക്സി ഗ്രൂപ്പുകൾക്കും കൂടിയാണ് ഈ ആയുധം. അതിലൊരു പ്രോക്സി ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോക്സി ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. ഏതാണ്ട് ഇറാന്റെ IRGC ഭരണകൂടത്തിന്റെ അത്രത്തോളം കാലപ്പഴക്കമുള്ള ഒരു സംഘടനയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്കും യാസിർ അറാഫത്തിനൊക്കെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടായി. അതൊക്കെ മുൻകാല ചരിത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള വിഷയം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ യുദ്ധം തുടരുന്നത്. ഇവിടെയാണ് ട്രംപ് വന്നിട്ട് സമാധാനം, ഇറാൻ മാറി നിൽക്കണം, ഇസ്രായേൽ ആക്രമണം നടത്തരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? ഒരിക്കലും സാധിക്കാത്ത വിഷയമാണ്. പക്ഷെ എന്നാലും ട്രംപ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പിനുള്ള തിരിച്ചടി ഉടനെ കിട്ടും. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആക്രമണം നടത്തും, അത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയുടെ ബേസുകൾക്ക് നേരെയും അറ്റാക്ക് നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ മാത്രമല്ല, ഇന്ന് രാത്രി അറ്റാക്ക് തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇറാഖിൽ നിന്നുമുള്ള പ്രോക്സി ഗ്രൂപ്പുകളും ആക്രമണത്തിൽ പങ്കുചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൂത്തികൾ, ഇറാന്റെ IRGC, അതുപോലെ ഹെസ്ബുള്ള പ്ലസ് ഇറാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിമത ഗ്രൂപ്പുകൾ, ഇവരെല്ലാവരും പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, മിഡിൽ ഈസ്റ്റ് വീണ്ടും ടെൻസ്ഡ് മൊമെന്റിലേക്ക് മുന്നോട്ട് പോവാണ്. പിന്നെ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് അറ്റാക്ക് ചെയ്ത് തീർക്കുക, ആരെങ്കിലും ഒരാൾ വിജയിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒന്ന് ഓപ്പൺ ആക്കുക. കാരണം ഗ്യാസിനും എണ്ണയ്ക്കെല്ലാം വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് പല രാജ്യങ്ങളിലും. പല രാജ്യങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ വെച്ച് ഒന്ന് തീരുമാനമാക്കുക. 10 ദിവസമോ 20 ദിവസമോ നിങ്ങൾ അറ്റാക്ക് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒരു മൂലയിൽ ഒതുങ്ങി, ഒന്നെങ്കിൽ ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഭരിക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക ഭരിക്കട്ടെ. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളുടെ കമോഡിറ്റി ചരക്ക് നീക്കം അത് സ്മൂത്തായിട്ട് നടക്കണം. അത് തടഞ്ഞു വെച്ചുകൊണ്ട് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 100 ദിവസമായി. 100ാമത്തെ ദിവസമാണ്. 8-ാം തീയതി ജൂൺ എന്ന് പറയുന്നത് ഈ ആക്രമണം തുടങ്ങി 100 ദിവസമായി. ആ 100ാമത്തെ ദിവസമാണ് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്കാ പ്ലാനോട് കൂടി തന്നെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇറാനും പ്ലാൻഡ് ആണ്, അതേപോലെ ഇസ്രായേലും അമേരിക്കയും അവരും പ്ലാൻഡ് ആണ്. ഇപ്പം ഇത് ലെബനാനാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ നടത്തുന്ന അറ്റാക്കാണ് ഇപ്പം വലിയ രീതിയിൽ ഇറാൻ ചോദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ, ലെബനന്റെ വിഷയം ഞങ്ങൾ ലെബനനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലെബനന്റെ ഉള്ളിലെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാൻ ഇറാൻ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം. ഇറാന്റെ പ്രോക്സിയാണ് ഹെസ്ബുള്ള എന്ന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ അവർ ഒബ്വിയസ്ലി വരും. അവിടെ പോയിട്ട് ഈ മുടന്ന ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഇറാനുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്. ഹെസ്ബുള്ളയുമായിട്ട് ഒരു തീരുമാനം, ഒത്തുതീർപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്. ഇത് ഞാൻ 3 ദിവസത്തിന് മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. ലെബനനുമായിട്ട് അമേരിക്കയിൽ വെച്ചിട്ട് ചർച്ച നടത്തുന്നു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെസ്ബുള്ളയുമായിട്ടൊരു മീഡിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് ചർച്ച നടത്തേണ്ടത് ഇറാനുമായിട്ടാണ്. ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് ലെബനന്റെ ഉള്ളിൽ ഒരു സമാധാനം കൊണ്ടുവന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അത് വെട്ടിത്തരമാണ്. അതാണ് അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ നൈസിന് ലെബനന്റെ ഗവൺമെന്റിനെ അമേരിക്കയുടെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഇസ്രായേലിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ലെബനന്റെ ഗവൺമെന്റ് തിരിഞ്ഞതോടുകൂടിയാണ് ഇറാൻ കൂടുതൽ അഗ്രസീവായിട്ട് ആക്രമണം തന്നെ നടത്തിയേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ 3ാമത്തെ വേവ് ഓഫ് അറ്റാക്കിൽ ബെൻഗുരിയൻ എയർപോർട്ട് അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നവാറ്റിം എയർബേസ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക പേര് അവർ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ നാസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് അവർ കൊടുത്തിട്ടുണ്ട്. അതിനെ ഒരു പ്രത്യേക ഓപ്പറേഷനായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഇറാന്റെ സൈഡിൽ നിന്നും 3 വേവ് ഓഫ് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഹൂത്തികളുടെ സൈഡിൽ നിന്നും 2 മിസൈലുകൾ ഇസ്രായേലിലേക്കും 2 മിസൈലുകൾ സൗദി അറേബ്യയിലേക്കും പോയിട്ടുണ്ട്. ഇത് ഇറാൻ 3ാമത്തെ വേവ് ഓഫ് അറ്റാക്ക് നടത്തിയ സമയത്ത് പബ്ലിഷ് ചെയ്ത ഇമേജാണ്. പക്ഷേ 4 വേവ് ഓഫ് അറ്റാക്ക് ഇറാൻ നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇസ്രായേൽ തെഹ്റാന്റെ ഉള്ളിൽ 3 വേവ് ഓഫ് അറ്റാക്ക് തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പ്രിസൈസ് അറ്റാക്ക്, അതായത് കരുതിക്കൂട്ടി ഇതിനു മുമ്പ് സ്കെച്ചിട്ട് വെച്ചിരുന്ന കുറേ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ നേവി, അവരുടെ ആർമി, അതേപോലെ അവരുടെ എയർഫോഴ്സ്, 3 സേനകളുടെയും തലവന്മാർ ഇരുന്ന് ചർച്ച നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ് ഇപ്പം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് അമേരിക്ക ഇസ്രായേലിന് ഒരു ഗ്രീൻ സൈൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ തുടർന്നാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത്. കാറുൺ പെട്രോ കെമിക്കൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷനിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇസ്ഫഹാനിൽ നിന്നും തെഹ്റാനിൽ നിന്നും
ടബ്രീസിൽ നിന്നുമാണ് ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത് ഇറാൻ. ആ സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നടത്തിയ അറ്റാക്ക് ഈ 3 സ്ഥലങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇപ്പോൾ യമനിൽ നിന്നും UAE പുറത്താക്കിയത് സൗദി അറേബ്യയ്ക്ക് ഒരു തിരിച്ചടിയാവുകയാണ്. അതുപോലെ തന്നെ ജറദ് കുഷ്ണർ അൽബേനിയയിൽ പോയിട്ട് ഐലൻഡ് വാങ്ങിച്ചത് ജറദ് കുഷ്ണറിനും ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാൻ സൗദി അറേബ്യ ഡിഫൻസ് പാക്ട് ഒരു പരാജയമായിട്ട് മാറുകയാണ്. അപ്പം ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ ആക്രമണം തുടരുകയാണ്. അതാണ് ഇതിലെല്ലാം ഹൈലൈറ്റ്. കാരണം ഇതിനു വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കുന്നത്. അതായത് നീ എത്ര മിസൈൽ വേണേലും വിട്ടോ, ഞാനിവിടെ ലെബനനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ റെഡിയാവുകയാണ്. സൗത്ത് ലെബനന്റെ ഭാഗത്ത് നിരവധി ഏരിയകളിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതാണ് നിലവിലെ അപ്ഡേറ്റ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.